ഹലോ ഗായ്സ്, അങ്ങനെ എനിക്കും ടിക്കറ്റ് കിട്ടി. വാഴ 2ൻ്റെ 2 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ടിക്കറ്റ് കിട്ടിയത്. അതും സെക്കൻഡ് ഷോയ്ക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും ഫുൾ തിരക്കായിരുന്നു. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടില്ലായിരുന്നു. സെക്കൻഡ് ഷോയുടെ ആൾക്കാരെല്ലാം പുറത്ത് നല്ല വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ കുറച്ച് താമസിച്ചാണ് എത്തിയത്. അപ്പോഴത്തേക്കും ഷോ തുടങ്ങുമെന്ന് കരുതി. അപ്പോഴത്തേക്കും തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം ആൾക്കാർ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ കയറിയത്. അപ്പോൾ ഫസ്റ്റ് വാഴ 1 ഞാൻ കാണാതെയാണ് പോയത്. അപ്പം സെക്കൻഡ് എങ്ങനെയാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പോയി കണ്ടവരൊക്കെ പറഞ്ഞു കണ്ടിന്യൂഷൻ അല്ല, പുതിയ കഥയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാണാൻ വന്നത്. അപ്പം ഈ സിനിമ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫിലിമാണ്. കാര്യം നമ്മൾ കടന്നു വന്ന വഴികളാണ്. സ്കൂളാവട്ടെ, ഫ്രണ്ട്സ്, ഫാമിലി, സിബ്ലിങ്സ് എല്ലാം നമ്മുടെ ലൈഫുമായിട്ട് എവിടെയൊക്കെയോ റിലേറ്റഡ് ആണ്. നമുക്കത് കാണുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. വളരെ മനോഹരമായി എടുത്തിരിക്കുന്ന ഒരു കഥയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച്, സെക്കൻഡിൽ ഒരുപാട് ഇമോഷൻസ് കൊണ്ടുവന്ന്, സിബ്ലിങ്സിൻ്റെ ഒരു ബോണ്ടിങ് ആവട്ടെ, അതുപോലെ തന്നെ പാരൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളെ ഫ്രണ്ട്സ്, അതൊക്കെ നമുക്ക് ഒരുപാട് കാണിച്ചു തന്നൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ സിബ്ലിങ്സിനെ വിളിക്കാത്തവർ വിളിച്ചെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വിളിക്കാതിരിക്കുന്ന സിബ്ലിങ്സിനെ നിങ്ങൾ വിളിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ വേണ്ടി വന്നോ, നിങ്ങളൊരു സിബ്ലിങ്സിനെ വിളിക്കാൻ വേണ്ടി എന്ന് ഉള്ളൊരു ചോദ്യവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയാണ്. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയി തിയേറ്ററിൽ കാണുക. മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പം ടാറ്റാ, ബൈ ബൈ, സി യു.